വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താത്ത MLA-മാർക്ക് സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതാത് മണ്ഡലങ്ങളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ജനപ്രീതിയും പ്രവേശനക്ഷമതയും ഭരണവിരുദ്ധ വികാരം തുടങ്ങി നിരവധി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഗ്രൗണ്ട് സർവേകളുടെയും വിലയിരുത്തലിന്റെയും അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ ഈ തീരുമാനം. ഇതുപ്രകാരം 20-ലധികം MLA-മാർക്ക് ഇനി സീറ്റ് നഷ്ടപ്പെട്ടേക്കാം. കഴിഞ്ഞ മാസം പുറത്തിറക്കിയ സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടികയിൽ നിന്ന് 3 സിറ്റിംഗ് നിയമസഭാംഗങ്ങളെ പാർട്ടി ഇതിനകം ഒഴിവാക്കിയിട്ടുണ്ട്. സർവേകളുടെയും ജനങ്ങളുടെ അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ടിക്കറ്റ് അന്തിമമാക്കുന്നത് എന്നും പല MLA-മാരും ജനപ്രിയരായി തുടരുമ്പോൾ ചില MLA-മാരിൽ അതൃപ്തിയുണ്ട് എന്നുമാണ് വൃത്തങ്ങൾ പറയുന്നത്. അന്തിമ തീരുമാനം പാർട്ടി നേതൃത്വമായിരിക്കും ഏറ്റെടുക്കുക. 2020-ൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 70 അംഗ ഡൽഹി നിയമസഭയിൽ AAP 62 സീറ്റുകൾ നേടിയാണ് അധികാരം പിടിച്ചത്. ബാക്കി 8 സീറ്റുകളിൽ BJP-യാണ് വിജയിച്ചത്. ഇതിനുശേഷം മുൻ ഗതാഗത മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് അടക്കം 4 MLA-മാർ രാജിവെക്കുകയോ അയോഗ്യരാക്കപ്പെടുകയോ ചെയ്തിരുന്നു. ഇതുപ്രകാരം നിലവിൽ 58 ഡൽഹി നിയമസഭയിലെ ആം ആദ്മിയുടെ അംഗസംഖ്യ. മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. അതിഷിയാണ് ഇപ്പോൾ ഡൽഹി സർക്കാരിനെ നയിക്കുന്നത്. അതേസമയം പാർട്ടി നടത്തിയ സർവേ പ്രകാരം 65% ആളുകളും അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചു വരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. 2020-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ആം ആദ്മി 16 സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കിയിരുന്നു. എന്നാൽ സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പലരും പാർട്ടിക്കെതിരെ മത്സരിച്ചിരുന്നു. നവംബർ 21-നാണ് ആം ആദ്മി 11 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കിയത്. ഗുലാം സിംഗ്, അബ്ദുൾ റഹ്മാൻ, ഋതുരാജ് ധ എന്നീ MLA-മാരെ ഒഴിവാക്കിയായിരുന്നു പട്ടിക പുറത്തിറക്കിയത്. അഴിമതി ആരോപണങ്ങളിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, മുൻ മന്ത്രി സത്യേന്ദർ ജെയിൻ എന്നിവർ ജയിലിലായതോടെ പാർട്ടിക്ക് വലിയ തിരിച്ചടി തന്നെ ഏറ്റിരുന്നു. റോഡുകൾ നവീകരിക്കുക, യമുനയെ ശുദ്ധീകരിക്കുക, നഗരത്തിലുടനീളം 24 മണിക്കൂർ തടസ്സമില്ലാതെ വെള്ളം വിതരണം ചെയ്യുക തുടങ്ങി നിരവധി വാഗ്ദാനങ്ങൾ പാലിക്കാൻ AAPക്ക് കഴിഞ്ഞിരുന്നില്ല. അതേസമയം ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന നില വഷളാകുന്നതിനെ കുറിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൗനത്തെ AAP ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ BJP നേതാവ് മഞ്ജീന്ദർ സിംഗ് സിർസ രൂക്ഷമായ ആക്രമണമാണ് നടത്തിയത്. ഡൽഹി തീഹാർ ജയിലിനെ ഒരു കൊള്ളപ്പലിശ കേന്ദ്രമാക്കി മാറ്റി. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയെ പൂർണ്ണമായും നശിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇത്രയും വലിയ ജനവിധി നൽകിയ ഡൽഹിയിലെ ജനങ്ങളോട് നിങ്ങൾക്ക് എന്ത് ശത്രുതയാണുള്ളത്? ഇന്ന് കുറ്റവാളികൾ തീഹാർ ജയിലിൽ നിന്ന് നിങ്ങളുടെ നിരീക്ഷണത്തിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. കൊലപാതകങ്ങളും കൊള്ളകളും നടത്തുന്നു. തീഹാർ ജയിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. അവിടെ നിന്നു പോലും സാമ്പത്തിക ഇടപാടുകളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലത്തോട് വിചിത്രമായ അടുപ്പമുണ്ടെന്ന് തോന്നുന്നുവെന്നാണ് ആ നേതാവ് തുറന്നടിച്ചത്. ഏതായാലും കെജ്രിവാളും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒരു വശത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയമാണെന്ന് ഓർക്കുക.